യുവരാജ്, ഈ ഇപ്പോൾ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടില്ല, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിത്വം UDFിൻ്റെ സ്ഥാനാർത്ഥി ആകുമ്പോഴും അവിടെ അൻവർ ഫാക്ടർ കടന്ന് വിവാദങ്ങൾ നിൽക്കുകയാണ്. ഇപ്പോൾ BJPയെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ എന്താണ് അവിടുത്തെ ഒരു പ്രതിസന്ധി? BDJS സീറ്റ് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. മുൻപ് BDJS 2016 സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിച്ചപ്പോൾ 12,000-ലധികം വോട്ടുകൾ നേടുകയും 2021 ആ സീറ്റ് BJP വാങ്ങി മത്സരിച്ചപ്പോൾ അവിടെ വോട്ടുകൾ കുറയുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ BDJS ഇപ്പോൾ ആ സീറ്റ് ഏറ്റെടുക്കാൻ തയ്യാറല്ല. BJP ആണെങ്കിൽ അവിടെ ഒരു വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ബീന ജോസഫ് എന്ന കോൺഗ്രസിൽ നിന്ന് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ പാട്ടിലാക്കാൻ വേണ്ടി BJP ശ്രമിക്കുന്നു എന്ന വാർത്തകൾ വരുന്നു. അവരുമായി സംഭാഷണം നടത്തി MT രമേശ് എന്ന വിവരങ്ങൾ വരുന്നു. അവരത് അഡ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ BJPക്ക് അവിടെ ഒരു സ്വതന്ത്ര വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തുക, BJP സ്വതന്ത്ര വനിതാ സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പരിഗണിക്കുകയാണോ, അതോ ആകെ കൺഫ്യൂഷനിലാണോ BJP ഇപ്പോൾ ഈ നിലമ്പൂരിലുള്ളത്? അതാണോ ഇപ്പോൾ ഒരു കണ്ടീഷൻ BJPയുടെ? അല്ല ശ്രീ ഗോപികൃഷ്ണൻ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ ശ്രീ MT രമേശ് തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ശ്രീമതി ബീന ജോസഫിനെ കാണാൻ പോയത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ വ്യവഹാരവുമായി ഒരു നിയമപരമായ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അവരെ കാണാനായിരുന്നു. അത് അവരും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നെ കാണാൻ വേണ്ടി വന്നത് അതിന് വേണ്ടിയിട്ടാണ്. ആ കാര്യങ്ങൾ തൽക്കാലത്തേക്ക് അതൊരു പേഴ്സണൽ കാര്യം ആയതുകൊണ്ട് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ലാതെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊരു രാഷ്ട്രീയമാനം അവരൊരു DCCയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നത് കൊണ്ട് മാത്രം അതിനകത്ത് കൊടുക്കേണ്ടെന്ന കാര്യമില്ല. മാത്രമല്ല രമേശ് ചേട്ടൻ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു DCC ജനറൽ സെക്രട്ടറി അല്ലല്ലോ BJPയുടെ സ്ഥാനാർത്ഥിയാകേണ്ടത് എന്നുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ 2016 BDJS ആണ് മത്സരിച്ചത്, 2021 BJP മത്സരിച്ചു. 2016 BDJS മത്സരിക്കുമ്പോഴാണ് കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളത്. BJP മത്സരിക്കുന്ന സമയത്ത് വോട്ട് കുറഞ്ഞു എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും BDJS മത്സരിക്കുന്നതായിരിക്കുമോ കൂടുതൽ നല്ലത്. അപ്പോൾ അന്ന് മത്സരിച്ച സ്ഥാനാർത്ഥി തന്നെ വീണ്ടും ഇറക്കി കഴിഞ്ഞാൽ കൂടുതൽ നല്ല പ്രകടനം നടത്തുവാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? ആ സാധ്യതകളെ എല്ലാത്തിനെയും തന്നെ പരിശോധിക്കണമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്, ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ BDJSുമായിട്ട് ചർച്ച നടക്കുന്നുണ്ട്. BDJS അല്ല NDAയിൽ വേറെയും മുന്നണികളുണ്ട്. അപ്പോൾ ഒന്നുകിൽ അവരെ ആരെങ്കിലും തന്നെ വരണോ, അതോ BJP തന്നെ നേരിട്ട് മത്സരിക്കണോ, അല്ല ഇപ്പോൾ ഇടതുപക്ഷവും ഇവിടെ പൊതു സ്വതന്ത്രം നിർത്തണോ എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ അവിടെയും നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും BJP അത്തരത്തിലുള്ള സാധ്യതകളിലേക്ക് തീർച്ചയായിട്ടും കിടക്കും. അപ്പോൾ ചർച്ചകൾ ആ ഒരു രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. അതിനകത്ത് കൺഫ്യൂഷൻ എന്നോ അല്ലെങ്കിൽ BJPക്ക് എന്തെങ്കിലും ആശയക്കുഴപ്പമൊന്നോ ആശങ്കയൊന്നോ ഒന്നും അല്ല ഉള്ളത്. BJPയെ സംബന്ധിച്ചിടത്തോളം സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് പരിശോധിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് അവിടെ കടന്നു പോകുന്നത്. അത് മാത്രമല്ല മറുവശത്ത് BJP പറഞ്ഞ ശേഷം ഞാൻ ചോദിക്കും. അല്ല, മറുവശത്ത് BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഫോക്കസ് ചെയ്യുന്നത് വരാൻ പോകുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പും അതിനുശേഷം വരാൻ പോകുന്ന വലിയ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുമാണ് BJP കടക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതാണ് നമ്മൾ കൂടുതൽ ഒരു ശ്രദ്ധയോടുകൂടി അല്ലെങ്കിൽ ഒരു കോൺസെൻട്രേഷൻ അവിടേക്ക് കൊടുക്കണം എന്നുള്ളതാണ് മൊത്തത്തിലുള്ള ഒരു ആഗ്രഹമുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ ഉപതെരഞ്ഞെടുപ്പിന് സ്വീകരിക്കേണ്ട സമീപനം എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അവിടെ BJP വരും, ചിലപ്പോൾ BDJS ആയിരിക്കും, അല്ലെങ്കിൽ NDAയിലെ മറ്റ് ഘടകകക്ഷികൾ ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു സ്വതന്ത്രനും ആവാം. ശരി, ശ്രീ യുവരാജ് ഗോകുൽ, പ്രിയങ്ക ഗാന്ധി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വയനാട് ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഭാഗമായി നിൽക്കുന്ന നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ BJPയുടെ പുതിയ നേതൃത്വത്തിന്, അതായത് രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം നൽകുന്ന BJPക്ക് വോട്ട് കുറയുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നതിനെ BJP ഭയക്കുന്നത് കൊണ്ടാണോ BDJSൽ സീറ്റ് എടുക്കണം എന്ന ഒരു സമ്മർദ്ദം BJP ചെലുത്തുന്നത്? അങ്ങനെയും ഒരു വായന സാധ്യമാണല്ലോ. അല്ല, അത് വായിക്കുന്നവർക്കും വ്യാഖ്യാനിക്കുന്നവർക്കും ഒക്കെ അത്തരത്തിലൊക്കെ വ്യാഖ്യാനിക്കാം. അതിനകത്തൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, BJP ഇപ്പോൾ BDJS മത്സരിച്ചപ്പോഴാണ് 2016 ഏറ്റവും അധികം വോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും നല്ല പ്രകടനം നടക്കണം എന്നുണ്ടെങ്കിൽ അതേ സ്ഥാനാർത്ഥി, അപ്പോൾ ആ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് BDJSൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം തന്നെ വരുന്നതായിരിക്കുമോ? അല്ല, ഇപ്പോൾ K സുരേന്ദ്രൻ 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവിടെ 17,000-ലധികം വോട്ട് നേടിയിട്ടുണ്ട്. അപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ BJPക്ക് അവിടെ വോട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നവ്യ ഹരിദാസ് മത്സരിക്കുമ്പോഴും 13,000-ലധികം വോട്ടുണ്ട്. ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ BJPക്ക് അവിടെ വോട്ടുണ്ട്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ മത്സരിച്ചപ്പോൾ തീർച്ചയായിട്ടും 10,000-ൽ താഴേക്ക് മാത്രം വോട്ടുകൾ പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതല്ലാതെ ഏറ്റവും മികച്ച പ്രകടനം നടത്തുവാൻ പറ്റുന്ന തലത്തിലേക്ക് ഇപ്പോൾ BDJSന്റെ സ്ഥാനാർത്ഥി തന്നെ വന്ന് മത്സരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി വ്യക്തിപരമായ സ്വാധീനവും കൂടി അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്നതിനകത്ത് തെറ്റില്ല എന്നുള്ളതാണ്.